ഇന്ന് കേരളത്തിൽ അന്ന എൻ്റർപ്രൈസസ് മാത്രമാണ് ഇത്തരം ഒരു എയർപോർട്ടുകൾ. പല കളറിൽ ഏത് കളർ വേണമെങ്കിലും കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഞങ്ങൾ നൽകുന്നതാണ്. കളർ ഫെയ്ഡ് വരില്ല വെയിലടിച്ചു കഴിഞ്ഞാൽ. ഒറിജിനൽ പോളിപ്രോപ്പിലിൻ മെറ്റീരിയലാണ്. ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 10 വർഷം വരെ. അവർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ക്യാഷിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലൈൻറ്റ്. പാക്കറ്റ് അടിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ പോരായ്മ അവർക്ക് മനസ്സിലാകുന്നത്. ഹായ്, നമസ്കാരം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെടിച്ചട്ടികൾ അതല്ലെങ്കിൽ ഡ്രോ ബാഗിലൊക്കെയാണ് ചെടികൾ അല്ലെങ്കിൽ പ്ലാന്റുകൾ നടുന്നത്. അതിന് പകരമായിട്ട് എയർ പ്രൂണിംഗ് പോട്ടുകൾ, അത് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. ചെടിച്ചട്ടിക്ക് പകരമായിട്ട് അതിലും കൂടുതൽ നമുക്ക് ഇപ്പം ചെടികളായാലും അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റുകൾ നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ചെടിച്ചട്ടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ പോട്ടുകൾ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അന്ന എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലാണ്. അപ്പം ഇവിടുന്ന് നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ഈ എയർ പ്രൂണിംഗ് പോട്ടുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സൈസ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കാണാം, പല സൈസിലുള്ള ഇതൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് എന്തിനൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് ഇതിൻ്റെ ഓണർ പൈസാറ് ആളോട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. പേര് വയസ്സെന്നാണ്, കടയുടെ പേര് അന്ന എൻ്റർപ്രൈസസ്. ഇവിടെ നമ്മൾ ലഭ്യമാക്കുന്നത് എയർ പ്രൂണിംഗ് പോട്ട്സ് ആണ്. ഇത് സാധാരണ ചെടിച്ചട്ടിയല്ല. നമ്മളെല്ലാവരും പല ബക്കറ്റ്, അതുപോലെ തന്നെ ഡ്രമ്മുകൾ, ഗ്രോ ബാഗുകൾ, അങ്ങനെ പല രീതിയിൽ കൃഷി പരീക്ഷിച്ചവരാണ്, നമ്മൾ വിജയിച്ചവരാണ്. എന്നാൽ പോലും എയർ പ്രൂണിംഗ് പോട്ടിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഗ്രോത്താണ്. കാരണം ഇത് പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ജിതിനുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത്. ഇനി എയർ പ്രൂണിംഗ് പോട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോട്ടിൻ്റെ പ്രത്യേകത അറിയാം. ന്യായമായിട്ടൊരു സംശയം എല്ലാവരും ചോദിക്കുന്നതാണ്. ഈ പോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ ഹോൾസാണ്. അപ്പോൾ ഇതിലെങ്ങനെ കൃഷി ചെയ്യും? ഇതിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണ് പുറത്തോട്ട് പോവില്ലേ? അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോവില്ലേ? ഈ വളമെല്ലാം പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോവില്ലേ? ഇതൊക്കെ ന്യായമായ ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും ഇതിന് പ്രധാന കൺസെപ്റ്റ് എന്ന് പറയുന്നത് റൂട്ട് പ്രൂണിംഗ് ആണ്. ഈ റൂട്ട് പ്രൂണിംഗ് ചെയ്യുന്നത് വഴി ധാരാളം വേരുകൾ എയർപോർട്ടിൻ്റെ അകത്ത് ഈ ചെടിച്ചട്ടിക്കകത്ത് ഉണ്ടാകുകയും കൂടുതൽ വളവും വെള്ളവും ചെടി എടുക്കുന്നു. അങ്ങനെ പെട്ടെന്നുള്ളൊരു ഗ്രോത്ത്. നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ പരിപാലിക്കുന്നത് പോലെ തന്നെ ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ കൃഷി ചെയ്ത് അതിന് കൃത്യസമയത്ത് കൊടുക്കേണ്ട ആഹാരം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരി കൂടുതൽ പൂക്കളുണ്ടാവും, കൂടുതൽ ഫലങ്ങൾ കിട്ടും. അതുപോലെ തന്നെ വളരെ മനോഹരമായ ചെടിച്ചട്ടി, കാണുന്നതിന് വളരെ ആകർഷണം തോന്നുന്ന ചെടിച്ചട്ടി തന്നെയാണ്. ഇപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഇതിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതിന് കുറച്ച് കട്ടി കൂടുതലുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഇതിന് മുമ്പ് കണ്ടേക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ കനം കുറവും അതുപോലെയുള്ള പോട്ടുകളാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഈ പോട്ടുകളും അതുപോലെ തന്നെ പഴയ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് അസീസ് ചോദിച്ചൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ പോട്ട് റീസൈക്കിൾ പ്ലാസ്റ്റിക്കും പോളിപ്രോപ്പിലിൻ മെറ്റീരിയലും കൂടെ മിക്സാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് കുറവാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ പോട്ട്. പക്ഷേ ഈ പോട്ടെന്ന് പറയുന്നത് ഒറിജിനൽ പോളിപ്രോപ്പിലിൻ മെറ്റീരിയലാണ്. ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 10 വർഷം വരെ ഒരു കാരണവശാലും കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിലൊന്നും എത്ര റേറ്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അതുപോലെ തന്നെ കളർ ഫെയ്ഡ് വരില്ല വെയിലടിച്ചു കഴിഞ്ഞാൽ. ഈ പോട്ടിൻ്റെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിലടിച്ചു കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് ആവും. അതുപോലെ തന്നെ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് റീപോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പം പോട്ടൊന്ന് അഴിച്ചിട്ട് ഇതിലേക്ക് മണ്ണ് വേറെ നിറച്ച് വേറെ ചെടികളൊക്കെ വെക്കുമ്പോൾ ഇത് അഴിക്കുന്ന സമയത്ത് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ പോട്ടിന് ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ വളരെ നാളായിട്ട് ഒരു കസ്റ്റമർ അവർ മേടിക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ളൊരു എയർപോർട്ട് കൊടുക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യം വെച്ച് ഒരുപാട് ഓടി. അങ്ങനെയാണ് ഒരു കമ്പനിയെ സമീപിച്ച് ഈ ഒരു വിദേശ നിർമ്മിത ഗുണമേന്മയോടുകൂടി നല്ല ബിൽഡ് ക്വാളിറ്റിയോടുകൂടി ഇത്തരം എയർപോർട്ട് ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയത്. ഇന്ന് കേരളത്തിൽ അന്ന എൻ്റർപ്രൈസസ് മാത്രമാണ് ഇത്തരം ഒരു എയർപോർട്ട്. പല കളറിൽ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഏത് കളർ വേണമെങ്കിലും കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഞങ്ങൾ നൽകുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ കടയിൽ സ്റ്റോക്ക് ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ പച്ചയുണ്ട്, ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കടയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പോട്ടുകൾ കാണാം. 2 ദിവസത്തിനുള്ളിൽ ഓർഡർ എത്തും.
ഇപ്പം നമുക്ക് ഇതിൽ ഏതൊക്കെ സൈസിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇതിപ്പോൾ 25 ലിറ്റർ എയർപോർട്ടാണ്. ഇതിൽ നമ്മൾ ചെടികൾ മുതൽ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വരെ ഉള്ളത് വെക്കാം. അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവരുടെ ഇത് വെക്കാനുള്ള സൗകര്യം അനുസരിച്ച് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വലിയ ബോട്ടുകളുണ്ട്, 200-ന്റെ ബോട്ട് വരെ ഉണ്ടെന്ന്. ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു 100 ലിറ്ററിൻ്റെ ബോട്ടെങ്കിലും ആവശ്യം വരും. കാരണം പിന്നെ നമ്മൾ അതിന് തെങ്ക് ചെയ്യണം. കാരണം അതിനുള്ള വളവും ബാക്കിയുള്ള മണ്ണും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ എപ്പോഴും നമ്മൾ വളം കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി മണ്ണ് മാറ്റണമെന്നുണ്ടെങ്കിൽ മണ്ണ് മാറ്റണം. പിന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ധാരാളം ഈ പോട്ട് മതിയാവും. ഓക്കെ. പിന്നെ ആപ്പിൾ തൈകൾ വെക്കാം, ഓറഞ്ച് തൈകൾ വെക്കാം, അതുപോലെ തന്നെ ബെയർ ആപ്പിൾ, അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തുവേണേലും കൃഷി ചെയ്യാൻ ഇപ്പോൾ. നമ്മളിപ്പോൾ സാധാരണ ചെടിച്ചട്ടികളിൽ അല്ലെങ്കിൽ ഡ്രോ ബാഗിലൊക്കെ നമ്മൾ ചെടികളോ പ്ലാന്റുകളോ നടുന്നുണ്ട്. അപ്പം അതിനെ അപേക്ഷിച്ച് നമുക്ക് ഈ പോട്ടിലാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ശരിക്കും ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, റൂട്ട് പ്രൂണിംഗ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഡ്രമ്മിൽ അതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേന് വേര് ഇതിനകത്ത് റൗണ്ട് അങ്ങ് ചുറ്റുകയാണ്. റൗണ്ട് ചുറ്റി വേരങ്ങ് നിറയുകയാണ്. അപ്പോൾ അത് ആ ചെടിയുടെ ഗ്രോത്തിനെ ബാധിക്കും. എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര് ചുറ്റില്ല. ഇത് ഒരു ചെടി നട്ടതിന് ശേഷം അതിൻ്റെ വേരുകൾ വന്ന് ഈ ഹോൾസിൻ്റെ അറ്റത്ത് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വേര് വളരില്ല. പകരം എന്താണ് അപ്പുറത്തേക്ക് വരില്ല. പകരം റൂട്ട് എന്താണ് ചെയ്യുന്നത്? അടുത്ത വേരുകൾ അകത്ത് പൊട്ടുകയാണ്. അങ്ങനെ കൂടുതൽ വേരുകൾ പൊട്ടുന്നതിലൂടെ കൂടുതൽ വെള്ളവും വളവും ചെടി എടുക്കും. അങ്ങനെ ചെടി നല്ലപോലെ കായ്ക്കുകയും പൂക്കുകയും ചെയ്യും. ഇതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. വേരുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വേരിന് വളരാൻ വേണ്ടി മണ്ണോ വെള്ളമൊന്നുമില്ല, വായു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളല്ല പ്രൂൺ ചെയ്യുന്ന, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെടിച്ചട്ടിയാണ് പ്രൂൺ ചെയ്യുന്നത്. അങ്ങനെ ആ ചെടി നല്ല ഗ്രോത്തായിട്ട് വളർന്നു വരും, നല്ല ശിഖരങ്ങളോട് കൂടി വരും. എയർപോർട്ടിൽ കൃഷി ചെയ്ത കൃഷികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിന് കൂടുതൽ ശിഖരങ്ങൾ കാണാൻ സാധിക്കും, നല്ല ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കില്ല. മഴക്കാലമൊക്കെ വരുമ്പോൾ തന്നെ ഫംഗസ് രോഗങ്ങൾ ബാധിക്കും, വേര് ചീലുകളുണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എയർപോർട്ടിനെ സംബന്ധിച്ചിൽ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിച്ചിട്ട് വേരിനൊന്നും ഡാമേജ് ആകാതെ ഇതിലുള്ള ചെടിയെ എടുത്ത് വേറെ എവിടെയെങ്കിലും മണ്ണിലേക്ക് വെക്കണമെങ്കിൽ മണ്ണിലേക്ക് വെക്കാം. ഇനി വലിയ പോട്ടിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിലും യാതൊരു കേടും കൂടാതെ അഴിച്ചെടുക്കാവുന്ന ഒരു എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ ഇതിന്റെ ഷേപ്പ് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഈ റൗണ്ടിലാണ്. അപ്പൊ നമ്മളിത് ഇപ്പൊ ഒരു കസ്റ്റമർക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് അവർക്ക് എത്തിച്ചു കൊടുക്കുക? ഇപ്പൊ ഷോപ്പിൽ വന്ന് വാങ്ങണോ അതോ? ഇതിപ്പോൾ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചോളം ഇങ്ങനെ അസംബിൾ ചെയ്ത് എയർപോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അത് എത്ര എയർപോർട്ട് വേണമല്ലോ. ഇനി കൂടുതൽ എയർപോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അസംബിൾ ചെയ്ത് അവരുടെ വീട്ടിലെത്തിക്കും. വലിയ ബൾക്ക് ഓർഡറൊക്കെയാണ്. ഓക്കെ. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓർഡർ ഞങ്ങൾക്ക് 2-3 യൂട്യൂബ് ചാനലുകളുണ്ട്. അതുവഴി ആ വീഡിയോ കണ്ടിട്ട് അവർ ഓർഡർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ കടകളിൽ വരുന്നവരാണെങ്കിൽ പോലും ആവശ്യപ്പെടുന്നതനുസരിച്ച് അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഷീറ്റായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ ഷീറ്റാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഷീറ്റ് വലിയ ഷീറ്റുകളായിരുന്നു ആദ്യം ഇറങ്ങിയ എയർപോർട്ട്. ഇപ്പോൾ എല്ലാവരുടെ സൗകര്യമാർക്കും അത് ചെറിയ ഷീറ്റുകളാക്കി അവർക്ക് ഇത് അവരുടെ തൊട്ടടുത്തുള്ള ഓഫീസുകളിൽ, പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും കുഴപ്പമില്ല, ആലപ്പി പാർസൽ സർവീസ് ആണെങ്കിലും കുഴപ്പമില്ല, TTDC കൊറിയർ സർവീസുകളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അവർ വന്ന് മേടിക്കാൻ നേരം അവർക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 2 വീലറാണെങ്കിലും വെച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ പാക്കറ്റായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യം ഇറക്കിയ എയർപോർട്ടിൻ്റെ ഒരു ഷീറ്റിൻ്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നീളം വരും. അത് കാണിക്കാം. ഓക്കെ. ഇനിയും നമുക്കിത് അസംബിൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതെങ്ങനെ ഇത് അസംബിൾ ചെയ്യുന്നത്? ഷീറ്റായിട്ട് ഇത് 3 വാട്സായിട്ടാണ് ചെല്ലുന്നത്. ഷീറ്റ്, അതുപോലെ തന്നെ ഈ ബേസ്, അതുപോലെ സ്ക്രൂ. അത് നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ കാണിച്ചു തരും എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത്. ഓക്കെ. എയർപോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഷീറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഷീറ്റായിരിക്കും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 വശമുണ്ട്. അതായത് ഈ ഹോൾസ്, ഈ മുള്ളുള്ള വശം അകത്തോട്ട് പോകണം. ഇത് ഇതിൻ്റെ അകം സൈഡാണ്. ഈ സൈഡ്, ഈ ഹോൾസ് ഇങ്ങനെ നിൽക്കുന്ന വശം, ഇത് ഇതിൻ്റെ പുറം വശമാണ്. ഇങ്ങനെയാണെങ്കിൽ റൂട്ട് പ്രൂണിങ് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഈ പുതിയ ക്വാളിറ്റി എയർപോർട്ട്, പഴയ ക്വാളിറ്റി എയർപോർട്ടൊക്കെ ഒറ്റ ഷീറ്റായിട്ടായിരുന്നു. അത് നമുക്ക് അയച്ചു കൊടുക്കുന്നതിനും കിട്ടുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് 2 ഷീറ്റാണ്. 2 ഷീറ്റ് നമ്മളിങ്ങനെ നമ്മൾ ആദ്യം ഇത് 2, ഇപ്പം ഉദാഹരണത്തിന് ഇതിൻ്റെ ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ നോക്കണം, നോക്കണം, ഈ മോള് തമ്മിൽ മാച്ച് ആകുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഓക്കെ. ഇപ്പോൾ മോള് കുഴപ്പമില്ല, 2 സെയിം ആയി. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഉണ്ടോ, ഇതതിൻ്റെ അകം വശം, ഇത് ചെടിച്ചട്ടിയുടെ പുറം വശം. എന്നിട്ട് നമ്മൾ സ്ക്രൂ എടുക്കുന്നു. സ്ക്രൂ
പല കളറുള്ള സ്ക്രൂ ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ബ്ലാക്ക് ആണ് എടുത്തേക്കുന്നത്, ബ്ലാക്ക് ഗ്രീനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇച്ചിരി ചെരിക്കണം. ഇച്ചിരി ചെരിച്ചിട്ട് ചെറിയൊരു ചെരുവിൽ ഇങ്ങനെ ഇച്ചിരി പുഷ് അങ്ങോട്ടൊരു ബലവും കൊടുക്കണം. അപ്പോൾ അങ്ങനെ അങ്ങ് പിരിച്ച് കയറ്റണം. അപ്പോൾ അതെ നമ്മുടെ ഇവിടെ കണ്ട ആ സ്ക്രൂ ലോക്കായി. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 സ്ക്രൂ, ഒരു 4 സ്ക്രൂ ഇട്ടാൽ നല്ലത്. നമ്മളിപ്പോൾ ഒരു സ്ക്രൂ ഇട്ടു, നമ്മളിപ്പം രണ്ടാമത്തെ സ്ക്രൂ ഇടും. അപ്പം അങ്ങനെ ഇതേ അപ്പോൾ അതെ 2 സ്ക്രൂ ആയി. അങ്ങനെ നമ്മൾ 4 സ്ക്രൂ ഇടുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബലം കൊടുത്ത് മൂന്നാമത്തെ സ്ക്രൂ ഇട്ടു. ഇനി നമ്മൾ 4ാമത്തെ സ്ക്രൂ ഇടും. 4ാമത്തെ സ്ക്രൂ. അപ്പോൾ 4 സ്ക്രൂ ഇട്ടു. അപ്പോൾ നമുക്കൊരു ഒറ്റ ഷീറ്റായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ആ ഒറ്റ ഷീറ്റിലോട്ട് നമ്മളിതിൻ്റെ ബേസ് ഇങ്ങനെ വെക്കുന്നു. ബേസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങ് വളച്ചെടുത്തിട്ട് ഇതിങ്ങനെ ചേർത്ത് പിടിച്ചു. നമ്മളിവിടെ ചേർക്കാൻ നോക്കി. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ സീറ്റിംഗ് ആകുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വലിക്കണം. ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് പ്രസ് കൊടുക്കുമ്പോൾ ടൈറ്റായി. അപ്പോൾ ഒരു പോട്ടായി. ഇനി നമ്മൾ സ്ക്രൂ ഇടണം. അപ്പോൾ നമുക്ക് 2 രീതിയിൽ സ്ക്രൂ ഇടാം. ഒന്ന് പിരിക്കുന്ന സ്ക്രൂ തന്നെ ഇടാം. പിരിക്കുന്ന സ്ക്രൂ ഇടുമ്പോൾ നമുക്ക് ഇടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ പിരിക്കുന്നത് വരുമ്പോൾ ഈ പ്രഷർ നിൽക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ ഇടുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പിരിക്കുന്ന സ്ക്രൂ ഇടണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ ആദ്യം ഇട്ട പോലെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ പ്രസ്സിങ് സ്ക്രൂ ആണ് ഇടുന്നത്. പ്രസ്സിങ് സ്ക്രൂ ആകുമ്പോൾ അകത്തുനിന്നാണ് ഇടുന്നത്. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നു, അകത്തുനിന്ന് ഇട്ടു. അപ്പോൾ അതുപോലെ ഇവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ പ്രസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു 4 പ്രസ്സിങ് സ്ക്രൂ ഇടും. 3 ഇട്ടാലും മതി. ഓക്കെ. അപ്പോൾ ആ ഹോളിൽ കൂടെ 3 ഇട്ടുള്ളൂ. 4 ഇട്ടാൽ നല്ലത്. അപ്പോൾ ഇത് പോട്ടായി. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോട്ട് സെറ്റായി. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ഈ പോട്ടുകളും ഇപ്പം ഈ കണ്ട പോട്ട് തമ്മിലൊരു ചെറിയ വ്യത്യാസം, കളറിലാണെങ്കിലും സൈസിലാണെങ്കിലും മൊത്തത്തിലൊരു വെറൈറ്റി കാണുന്നുണ്ട്. ഓക്കെ. ഇത് ഞങ്ങൾ വിദേശത്ത് നിന്ന് ഒരു സാമ്പിൾ പോട്ട് കൊണ്ടുവന്നതാണ്. അതിന് കാരണമുണ്ട്. നമ്മൾ ആദ്യമേ ലഭ്യമാക്കിക്കൊണ്ടിരുന്ന പോട്ട്, ഈ പോട്ടിന്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു. ഇത് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് മിക്സ് ആണ്. അതുപോലെ തന്നെ തിക്നെസ് കുറവാണ്, ഇതിന് വെയിറ്റ് കുറവാണ്, അതുപോലെ തന്നെ ഇത് ഈട് നിൽക്കുകയില്ല. അപ്പോൾ നല്ല എയർപോർട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത്, ഈ കസ്റ്റമേഴ്സിന് ഒരു എയർപോർട്ടിനെ കുറിച്ച് അറിവില്ലാത്തവരാണ്. അവർ വീഡിയോ കണ്ടെന്നാണ് എയർപോർട്ട് ഓർഡർ ചെയ്യുന്നത്. എയർപോർട്ട് അവരുടെ വീട്ടിൽ ചെന്ന് അവർ പാക്കറ്റ് അടിച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ പോരായ്മ അവർക്ക് മനസ്സിലാകുന്നത്. അതുപോലെ അവര് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ക്യാഷിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലൈൻറ്റ്. അപ്പം ഇത് ഞങ്ങൾ മനസ്സിലാക്കി. നമുക്കിത് ആദ്യം തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിദേശത്ത് നിന്ന് ഒരു സാമ്പിൾ പോട്ട് ഇറക്കി അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയോടുകൂടി തന്നെ കേരളത്തിൽ അന്ന എൻ്റർപ്രൈസ് ഇതിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള എയർപോർട്ട്, ഒറിജിനൽ മെറ്റീരിയൽ, പോളിപ്രോപ്പിലിൻ മെറ്റീരിയലോട് കൂടിയുള്ള എയർപോർട്ട് ഞങ്ങൾ ഇറക്കുകയാണ്. ആ പോർട്ടാണ് ഈ രീതിയിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ സൈസിനേക്കാളും വലുതാണിത്. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് 25 പറഞ്ഞത്. അപ്പൊ അതിനേക്കാളും വലിയ. അപ്പൊ ഇത്തരം വലിയ ഇതൊക്കെ എന്ത് പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നത്? അത് 150 ലിറ്ററാണ്. അതെ. അതിൽ ആപ്പിൾ വെക്കാം, അതുപോലെ തന്നെ നാരകം വെക്കാം, മാവ് വെക്കാം, പ്ലാവ് വെക്കാം, റംബുട്ടാൻ വെക്കാം. ഒരു 10 അടി ഹൈറ്റിന് മേളിലേക്ക് പോകുന്ന പ്ലാന്റ്സിന് ഇത് നല്ല എയർപോർട്ടാണ്. കാരണം കാറ്റടിച്ച് കഴിഞ്ഞാൽ മറിയില്ല. അല്ലെങ്കിൽ ഇത് വെയിറ്റ് വരുന്നുണ്ട്. കൂടുതലും വളവും ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് വന്നു കഴിയുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതിൻ്റെ ജിതിനെ അതൊന്ന് കാണിച്ചു കൊടുത്തു. ഇത് 10 അടി പറഞ്ഞ പോലെ തന്നെ ഇത് 10 അടി ഹൈറ്റ് മോളിൽ വരുന്ന ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കാം. വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മളിങ്ങനെ മണ്ണിലോട്ട് വെക്കുക ചെയ്യുന്നത്. മണ്ണിലോട്ട് വെച്ചിട്ട് നമുക്കിത് വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അല്ല, അപ്പോൾ അത് നമുക്കൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അതൊക്കെ പറയാം. ഓക്കെ ആയിക്കോട്ടെ, ശരി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഈ പോട്ടുകളിൽ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മളിവിടെ നട്ടിരിക്കുന്ന ഈ ചെടികൾ ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് തരാമോ? എന്തൊക്കെയാണ്? ഇത് എയർപോർട്ടിൽ നട്ടേക്കുന്നതാണ്. ഇതെല്ലാം ഇത് മിറാക്കിൾ ഫ്രൂട്ട്, ഇത് ചെറുനാരകം, ഇത് കുറ്റിക്കുരുമുളക്, ഇത് ആപ്പിളാണ് കേട്ടോ. ഇത് കേരളത്തിൽ കായ്ക്കുന്ന ആപ്പിളാണ്. ഒന്ന് ഇത് റെഡ് ആപ്പിളും ഒന്ന് ഗോൾഡൻ ആപ്പിളും ആണ്. കേരളത്തിൽ കായ്ക്കുന്ന ഇനങ്ങളാണ്. കേരളത്തിൽ മെയിനായിട്ടും കുറച്ച് ഇനങ്ങളെ കായ്ക്കുള്ളൂ.
അയക്കുന്ന ഇനങ്ങളാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇത് മണ്ണ് ഇത് നമ്മൾ വുഡ് ചിപ്സ് ആണ് കൂടുതൽ ട്രീറ്റ് ചെയ്ത് വുഡ് ചിപ്സ് ആണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. അത് മണ്ണ് ഉപയോഗിക്കാം. മണ്ണ് നമ്മൾ ഈ ഷിഫ്റ്റിംഗ് വരുമ്പോൾ മണ്ണ് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു മാറ്റുമ്പോൾ വുഡ് ചിപ്സ് ആണെങ്കിൽ ഭാരക്കുറവായിരിക്കും. അപ്പൊ നമുക്ക് ടെറസിൽ ഇപ്പോൾ ടെറസിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ വുഡ് ചിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെറസിൽ വെയിറ്റ് ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വുഡ് ചിപ്സ് പറഞ്ഞുതരാം, എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഇത് ചെറിയാണ്, അത് മാവ്, പനിനീർച്ചാമ്പ, അത് രാമച്ചം പുല്ല്, ഇത് കത്താർവാഴ. കത്താർവാഴയൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എയർപോണിക് പോട്ടുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ചെടികളാണ്. അപ്പോൾ ഇതിൽ സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് ചിപ്സ്, മണ്ണിന് പകരമായിട്ട് വുഡ് ചിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വുഡ് ചിപ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഈ എയർപോണിക് പോട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വേസ്റ്റ് ബോക്സ്, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് ചാലക്കുടി ഇരിഞ്ഞാലക്കുട റോഡ് സൈഡിലാണ്. ഷോപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 6 മണി വരെ ഇവിടെ ഷോപ്പിൽ ആളുണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് വരാം. വിളിച്ചിട്ട് വന്നില്ലെങ്കിലും ഇവിടെ ഷോപ്പ് തുറന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പാർസൽ ഓർഡറുകൾ നമ്മുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. നമ്മുടെ കടയുടെ പേര് അന്ന എൻ്റർപ്രൈസസ് എന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള എയർപോർട്ട് അത് ഞങ്ങൾ ലഭ്യമാക്കും എന്നതിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതുമാണ്. ഓക്കെ.